മുതൽ ഈ ദിവസം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ബീച്ച് ഹോസ്പിറ്റലിലെ എല്ലാ രോഗികൾക്കും കൂടെയുള്ളവർക്കും ഭക്ഷണം നൽകി വരുന്നു. അതോടൊപ്പം തന്നെ ഫ്രീ ആയിക്കൊണ്ട് താമസ സൗകര്യവും മെഡിസിനും കൊടുത്തുകൊണ്ട് മാതൃകാപരമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാദർ ജസ്റ്റിൻ ആന്റണിയെ സഹർഷം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. അടുത്ത അവാർഡ് ജിതിൻ ആലപ്പുഴ. പഠന കാലത്ത് തന്നെ ക്രിസ്തീയ കലാരൂപങ്ങളായ മാർഗംകളി പരിശീലിക്കുകയും 9ാം ക്ലാസ് മുതൽ പള്ളികളിൽ മാർഗംകളി പരിശീലിക്കാൻ തുടങ്ങുകയും 17ാം വയസ്സിൽ സ്കൂൾ തലങ്ങളിൽ പഠിപ്പിക്കുകയും തുടർന്ന് അഖിലേന്ത്യാ ക്രൈസ്തവ രംഗകലാ കേന്ദ്രമായ കോട്ടയം ഹാബുസയിൽ നിന്നും മാർഗംകളി കോഴ്സിൽ സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. പിന്നീട് 7 വർഷം കോട്ടയം ജില്ലയിലെ മാർഗംകളി പരിശീലകനായ ജെയിംസ് ആശാന്റെ കീഴിൽ പരിശീലകനായി സേവനം ചെയ്തു. 2011 മുതൽ സ്വന്തമായി പരിശീലിക്കുകയും 17 തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതിൽ പരിശീലനം നേടിയ ടീമിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ഈ വർഷത്തെ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം അവാർഡ് സന്തോഷപൂർവ്വം ഇതിനെ സമർപ്പിക്കുന്നു. ഉമ്മർ മാവൂർ 1990 മുതൽ മാപ്പിള കലാരംഗത്ത് പ്രവർത്തനം അധ്യാപകനായ ശ്രീ മൊയ്തീൻകുട്ടി തിരുനാവായ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി പഠനവിഷയം പാട്ടിലൂടെയും കളികളിലൂടെയും അവതരിപ്പിച്ച് കുട്ടികളുടെ മനസ്സ് നിറച്ച അധ്യാപകൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നു. അധ്യാപക ജീവിതത്തോടൊപ്പം തന്നെ കലാകായിക സേവനങ്ങൾക്കും സജീവ സാന്നിധ്യം. 2024-25 വർഷങ്ങളിൽ KPST സംസ്ഥാന അധ്യാപക മത്സരത്തിൽ 3000 മീറ്റർ ഓട്ടം, നടത്തം എന്നിവയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി മൊയ്തീൻകുട്ടി മാഷിനെ ഫോക്ക് ആർട്സിന്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇതുമായി സ്വാഗതം ചെയ്യുന്നു. ഉമ്മർ മാവൂർ 1990 മുതൽ മാപ്പിള കലാരംഗത്ത് പ്രവർത്തനം ആരംഭിച്ച ഉമ്മർ മാവൂർ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയാവുകയും നിരവധി സ്കൂൾ കോളേജുകളിലും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലും മാപ്പിള കലാ അധ്യാപകനായി പ്രവർത്തിച്ചു വരുന്നു. പെരുമഴക്കാലം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമകളിൽ കൈരളി TV, ഏഷ്യാനെറ്റ് പ്രവേശ്, ദർശന എന്നീ ചാനലുകളിലും മാപ്പിള കലകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതം, നൃത്തം, അഭിനയം, കലാ, മോഡലിംഗ് എന്നീ രംഗങ്ങളിൽ 15 വർഷത്തെ പ്രവൃത്തി കഴിച്ചു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാട്, പെരുന്തുരുത്ത് മധു, ബാബു സംഗീതം എന്നിവരിൽ നിന്നും സംഗീതം അഭ്യസിച്ച് കലാമണ്ഡലം, ചന്ദ്രിക കലാമണ്ഡലം, ദേശ എന്നിവരിൽ നിന്നും നിരവധി സമ്മാനങ്ങൾ ആഗ്രഹമുണ്ട്. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ 2024 ആദരവേറ്റവും വാങ്ങി ദേവാംഗനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൾച്ചറൽ ഫോറത്തിന്റെ കർമ്മനിരതരായ പ്രവർത്തകർക്ക് നൽകുന്ന സ്നേഹാദരം. ആദ്യമായി അസ്ഹ ഫാത്തിമ. സുദീർഘമായ പ്രവർത്തനത്തിലൂടെ പുതുതലമുറക്ക് മാതൃകയായി കൊണ്ടിരിക്കുന്ന കലാജീവിതത്തിലും അതുപോലെ തന്നെ ചാരിറ്റി മേഖലയിലും വളരെ സുദീർഘമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അസ്ഹ ഫാത്തിമയെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിലേക്ക് സ്നേഹാദരം നൽകുന്നതിനായി ബഷീർ ചുങ്കത്തറയെ ക്ഷണിക്കുന്നു. ഫോക്ക് ആർട്സിന്റെ ആരംഭകാലം മുതൽ തന്നെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മാതൃകയായ ജുബീനക്ക് സ്നേഹാദരം നൽകുന്നത് ഫൈസൽ കലയ്ക്ക്. രണ്ടുപേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് കുട്ടി നീർക്കാട്ടിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹാദരം ഏറ്റുവാങ്ങുന്നത് സലാം കോടാലി. ആദിവാസി കോളനികളിലെ ഭക്ഷണ കിറ്റ് വിതരണത്തിൽ വളരെ നിർലോഭമായ പ്രവർത്തനം കാഴ്ചവെച്ച ഫോക്കാർട്സിന്റെ സജീവ പ്രവർത്തകനായ സലീം കോടാലിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി ബാബ ഹാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.